ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുമായിട്ടാണ്. എന്താണ് സീരീസ് എന്നാൽ ഒരു 10 എപ്പിസോഡ് അടങ്ങുന്ന സീരീസാണിത്. സ്ട്രേഞ്ച് മെഡിക്കൽ കണ്ടീഷൻസ്. അതായത് നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്ന, നമുക്ക് കേട്ടാൽ ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു 10 മെഡിക്കൽ കണ്ടീഷൻസ്. അതിലെ ആദ്യ എപ്പിസോഡാണെന്ന്. ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് കണ്ടീഷൻ എന്തെന്നാൽ ഏലിയൻ ഹാൻഡ് സിൻഡ്രോം. നിങ്ങളുടെ സ്വന്തം കൈ നിങ്ങളുടെ നിയന്ത്രണമില്ലാതെ തനിയെ ചലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് സിനിമയല്ല, ഇതൊരു യഥാർത്ഥ മെഡിക്കൽ കണ്ടീഷനാണ്. ഇതിൻ്റെ പേരാണ് ഏലിയൻ ഹാൻഡ് സിൻഡ്രോം. ഏലിയൻ ഹാൻഡ് സിൻഡ്രോം എന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഈ അവസ്ഥയുള്ള ആളുകളിൽ ഒരു കൈ അവരുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി തനിയെ പ്രവർത്തിക്കും. ആൾക്ക് അറിയാം കൈ എന്താണ് ചെയ്യുന്നത് എന്ന്, പക്ഷെ അത് നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല. ഈ രോഗം ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് 1908 ഒരു ജർമ്മൻ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ കുർട്ട് ഗോൾഡ്സ്റ്റീൻ ഒരു രോഗിയെ പഠിക്കുമ്പോഴാണ് ഈ അവസ്ഥ ആദ്യം രേഖപ്പെടുത്തിയത്. ആ രോഗിയുടെ ഒരു കൈ അവൻ്റെ നിയന്ത്രണമില്ലാതെ തനിയെ പ്രവർത്തിക്കുന്നതായി ഡോക്ടർ ശ്രദ്ധിച്ചു. ഇത് ഡോക്ടർമാരെ വളരെ അതിശയിപ്പിച്ചു. കാരണം ആ വ്യക്തിക്ക് കൈ എന്താണ് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായി അറിയാമായിരുന്നു. പക്ഷെ കൈയും മനസ്സും ഒരുമിച്ച് പ്രവർത്തിച്ചില്ല. ചില സന്ദർഭങ്ങളിൽ ആ കൈ വസ്തുക്കൾ പിടിക്കും, എറിയും, അല്ലെങ്കിൽ മറ്റേ കൈ ചെയ്യുന്ന കാര്യങ്ങൾ കുഴപ്പത്തിലാക്കും. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ ഭയം തോന്നും. ഈ അവസ്ഥയെ ജനപ്രിയമായി പരിചയപ്പെടുത്തിയ ഒരു സിനിമയുണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് ലവ് എന്ന 1964 പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സിനിമ. ആ സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ കൈ തനിയെ അനിയന്ത്രിതമായി ചലിക്കുന്നതായി കാണിച്ചിരിക്കുന്നു. ഇത് ഏലിയൻ ഹാൻഡ് സിൻഡ്രോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശസ്തമായ സിനിമാ ഉദാഹരണമാണ്. ഈ സിനിമ